നമസ്കാരം. ഇന്ന് ഹിന്ദോളം രാഗത്തിൽ ചന്ദനമണിവാതിൽ പാതിചാരി ഈ പാട്ട് നോക്കാൻ പറ്റും. അതിൻ്റെ നൊട്ടേഷൻ നോക്കാതെ എന്നിട്ട് പാട്ടിലേക്ക് കടക്കാം. പ്ലെയിൻ നൊട്ടേഷനായിരിക്കേ. ആരോഹണം അവരോഹണം ഒന്ന് പാടാം. ആരോഹണം അവരോഹണം സനിധ മഗസ സഗമദ നിസ സനിധ മഗസ. ഓക്കെ. സാ സ സ നി സ സ സ ധ നി സ നി സ ധ ധ ധ സ സ ഗ സ മ മ മ സനി ധ മ ഗ ഗ മ ഗ ഗ ഗ ഗ സനി ധ ധ നി ധ നി സ നി സ ഗ സ നി ധ ധ ഗ മ ധ മ ഗ ഗ മ മ ഗ സ sa 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 ni sa 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 da ni sa da 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 sa sa ga sa ma 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 sa ni da ma ga ga ma ga 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 sa ni da ni sa ga sa ni da da ga ma da ma ga ga ma ma ga sa. ഇങ്ങനെ പാടി പഠിച്ചോളൂ, ഒരു കുഴപ്പമില്ല. ഇനി നമ്മൾ പാട്ടിലേക്ക് ഡബിൾ ടച്ച് ഒക്കെ ഇട്ടിട്ട് കറക്റ്റ് ശ്രുതി രാഗം എല്ലാം കൃത്യമായിട്ട് ഇതിൽ ചേർത്ത് തരാൻ പറ്റും. ചന്ദന മണിവാതിൽ സാ സ സ നി സ സ സ ചന്ദന മണിവാതിൽ ധനി സനി ഗസാനിദ ധനി സനി ഗസാനിദ ധനി സനി ഗസാനിദ പാതി. അപ്പോഴേ ആ തിങ്സ് അവിടെ വരുള്ളൂ. മറ്റേ പാതി എന്നായിപ്പോ. ഇത് ധനി സനി ഗസാനിദ പാതി ചാരി ചാരിക്ക് ധാ ധാ ധനി സനി ഗസാനി ദാ 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 പാതി ചാരി സ സ ഗ സ മ ഹിന്ദോളം സ സ ഗ സ മ ഹിന്ദോളം കണ്ണിൽ മാമ തിരയിളക്കി സനിധ മഗ മെല്ലെ പാടി തരികയാണത്. സനിധ മഗ തിരയിളക്കി. ഒന്നുകൂടി. ഹിന്ദോളം ഹിന്ദോളം കണ്ണിൽ സ സ ഗ സ മ മ മ. മനസ്സിലായോ? ഹിന്ദോളം കണ്ണിൽ സനിധ മഗ തിരയിളക്കി. അടുത്ത ശൃംഗാര ഗമഗ ഗ ഗ സനിധ ശൃംഗാര ചന്ദ്രികേ ഗമഗ ഗ ഗ സനിധ ശൃംഗാര ചന്ദ്രികേ. ഓക്കെ. ധനി ധനി സനി സഗസ സഗസ മറ്റേ സകല്ലേ പറഞ്ഞത്. ധനി ധനി സനി സഗ സ നി ദ ദ ധനി ധനി സനി സഗ സ നി ദ ദ നീരാടി നീ നിൽക്കേ നീരാടി നീ നിൽക്കേ. ഒന്നുകൂടി. ധനി ധനി സനി സഗ സ നി ദ ദ നീരാടി നീ നിൽക്കേ. എന്തായിരുന്നു ഗമാദമ അത് ഗേദമ ഗേദമ മറ്റേ എന്തായിരുന്നു ഗമാ ഗമാദമ
എന്ന് പറയുമ്പോൾ എന്തായി. ഇത് ഗതമാ എന്ന് പറയുമ്പോൾ എന്തായിരുന്നു. ഗതമാതമഗമ എന്തായിരുന്നു. മനസ്സിൽ മഗസ മഗസ മനസ്സിൽ. മനസ്സിലായോ? ചന്ദന മണിവാതിൽ പാതിച്ചാരി പാതി. അവിടെ ധനി സനിക സാനിത ധനി സനിക സാനിത പാതിച്ചാരി സസഗ സാമ ഹിന്ദോളം കണ്ണിൽ മാമ തിരയിളക്കി. കണ്ണിൽ നിന്നുള്ളവരാണ് മാമ എന്ന് പറഞ്ഞത്. കണ്ണിൽ അത് മാമ കണ്ണിൽ സനിത മഗ തിരയിളക്കി. മനസ്സിലാകുന്നുണ്ടോ? ഇത്രയും പഠിച്ചാൽ മതി. ശൃംഗാരചന്ദ്രികയൊക്കെ ഞാൻ കറക്റ്റ് ചെയ്തു തന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങളൊരു കാര്യം ചെയ്യുക, ഇത് കറക്റ്റായിട്ട് പഠിക്കുക. കൃത്യമായിട്ടുള്ള നൊട്ടേഷനാണ് നിങ്ങൾക്ക് തന്നത്, ഒരു പ്രശ്നവുമില്ല. ധൈര്യമായിട്ട് പഠിക്കുക. എന്നിട്ട് അനുപല്ലവി സ്റ്റാർട്ട് ചെയ്യാൻ പറ്റും. അനുപല്ലവി ഇതിലും ടഫാണ്, കറക്റ്റായിട്ട് പഠിക്കണേ. ഇതന്നെ ഒരു പാട്ട് എന്ന് പറഞ്ഞാൽ മൊത്തത്തിൽ ടഫായിട്ടൊരു പാട്ടാണ്. പൊതുവേ അത് എല്ലാവർക്കും അറിയുന്നൊരു കാര്യമാണ്. പാടുമ്പം പാട്ട് കേൾക്കുമ്പോൾ എളുപ്പം തോന്നും, പക്ഷെ പാടി ഫലിപ്പിക്കാൻ കുറച്ച് പ്രയാസമാണ്. അപ്പം നിങ്ങൾ എന്ത് ചെയ്യണം? കറക്റ്റായിട്ട് നൊട്ടേഷൻ കറക്റ്റ് ചെയ്യുക. ആദ്യം ഞാൻ പാടി തന്നത് കറക്റ്റ് ചെയ്തിട്ട് രണ്ടാമത് പാടിയതിലേക്ക് കടന്നു പോവുക. എന്നിട്ട് അതും ക്ലിയറാക്കി എടുത്തിട്ട് പഠിച്ചിട്ട് അപ്പോഴേക്കും ഞാൻ നിങ്ങൾക്ക് അനുപല്ലവി വിട്ടരും. തിരക്കാണ് ഒന്നാമത്. അതായത് ഞാൻ ഓൺലൈനും ഓഫ്ലൈനും ഒക്കെ ക്ലാസ് എടുക്കുന്ന ആളാണ്. അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് ഇവിടെ മോൾക്ക് ഞായറാഴ്ച ഒരു സമയം ഉണ്ടാകും ചില ദിവസം. അങ്ങനെയൊക്കെ ആയതുകൊണ്ടാണ് എല്ലാവരും എന്നോട് ക്ഷമിക്കുക. അതുകൊണ്ടാണ് കുറച്ച് നേരം വഴുകി പോകുന്നത്. എന്നാലും ഞാൻ മാക്സിമം ശ്രമിച്ച് നിങ്ങൾക്ക് വേഗം ഇട്ട് തരാൻ നോക്കാം, ദൈവം സഹായിച്ചിട്ട്. എല്ലാം ദൈവമാണല്ലോ നമുക്ക് വേണ്ടത്. ഓക്കെ, നമസ്കാരം.